അമ്മ നമ്മളെ സൺഡേ സ്പെഷ്യൽ എന്താ? ചിക്കൻ മുളകിട്ടത് ആണ്. ഇതേത് ചിക്കനാ? ഇതാണ് ലഗോൺ. എന്തുകൊണ്ടാ ലഗോൺ മേടിച്ചേ? ഇത് ലഗോണാണ് ടേസ്റ്റ് ഉണ്ടാവുക. ബ്രോയിലർ ഇനി ആദ്യം വാങ്ങല് ടേസ്റ്റ് ഇത് അതിനെക്കാട്ടും ടേസ്റ്റ് ഉള്ളതിനോണ്ട് നമ്മള് ലഗോണ് മുളകിട്ടത് അല്ലേ? വറുത്തരക്കുന്നില്ലല്ലോ? ഇല്ലല്ലേ. അപ്പൊ അമ്മ വൃത്തിയായിട്ട് ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കാണ്. അമ്മ ചെയ്യണേ. പെരിഞ്ചീരകം കുറച്ച് പൂവ. ഇത് മൊത്തം വേണ്ടല്ലോ, ഇതൊക്കെ ചതച്ചിടാനോ. എന്താ മുളക? മുളക് 3 അല്ലേ? ഇനി മല്ലിച്ചപ്പ് അല്ലേ? പോന്നെ ഇത് മല്ലിയും മുളകും ലേശം ചൂടാക്കണം, ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ടാ. മഞ്ഞൾപ്പൊടി ചൂടാവാൻ ഈ ചട്ടി ചൂടായാൽ മുളക് കരിഞ്ഞു. ആ പച്ച മണം മാറാനേ മുളക് പൊടിന്റെയും മഞ്ഞൾപ്പൊടിന്റെയും ഒക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കൂലേ? ചൂടാക്കി. പിന്നെ ഇത്തിരി പച്ചമല്ലി അല്ലേ? എത്ര സ്പൂൺ വരെയുണ്ട്? ഇതൊക്കെ ഒന്ന് ചൂടാക്കി. ഇനി ചിക്കതിലേക്ക് ഈ പൊടിയിലേക്ക് ഇടണ്ടേ? വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ലേശം ഉപ്പിട്ടിട്ടാ കുഴക്കണ്ടേ? കളറില്ലെങ്കിൽ കാശ്മീരി മതിട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാ. കളർ ഉണ്ടെങ്കിൽ അത് വേണ്ട. നോക്കാം. ഇത് കറി വെക്കാന് ബ്രോയിലറിനേക്കാളും നല്ല ലഗോണാലമ്മ. പൊരിക്കാണെങ്കിൽ പക്ഷെ നേരെ തിരിച്ചു. പൊരിക്കാന് പിന്നെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനില്ലേ, സമൂസ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ബ്രോയിലർ ആണ് നല്ലേ. ഈ പെരിഞ്ചീരകം അതിലേക്ക് ചതച്ചെടുക്കല്ലേ? എന്നിട്ട് ഈ ചിക്കനിലേക്ക് അല്ലാണ്ട് നമ്മൾ ചതച്ച് പുറത്തേക്ക് വരില്ലല്ലോ. മാറ്റി വെച്ച ചിക്കനിലോട്ടേക്ക് ഇട്ട് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി. ബ്രോയിലറാണ് കറി വെക്കണേ വെച്ചാൽ ഇതൊക്കെ നമ്മൾ വാട്ടിയിട്ടാട്ടോ ഇടുക. എന്താ വ്യത്യാസം അങ്ങനെ? വെച്ചാല് ബ്രോയിലറിന് അധികം വേവ് ഉണ്ടാവില്ലല്ലോ, ലഗോണ് നല്ല വേവ. അപ്പൊ ഇത് നല്ലോണം ഇനിയില്ലേ ഇത് മാറ്റി വെച്ചിട്ട് 2 പച്ചമുളക് മതി. 2 പച്ചമുളക് വലുതായാലും ചെറുതായാലും വിഷയമില്ല, നമുക്ക് മുറിഞ്ഞിട്ടേ. ഇത് പട്ടയും പൂവും ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ചിക്കനിലേക്ക് ഇടാനാ. ഇങ്ങനെ ചെയ്യൂ? ഞാനങ്ങനെയാ ചെയ്യാ. അമ്മേന്റെ റെസിപ്പി. അങ്ങനെ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്. 2 മണി ഉലുവ. ഇതിലേക്ക് പൊട്ടു. അടിപൊളി അല്ലേ? എത്ര തക്കാളി? ഇത് മൊത്തം ഇടൂ? ഇത് മൊത്തം ഇടാം. എത്ര ഉള്ളി എടുത്തേ? ഉള്ളി ഒരു 3 എണ്ണം എടുക്കാം. 3 എണ്ണം അല്ലേ? അത്യാവശ്യം ഒരു മീഡിയം സൈസ് അല്ലേ? ഓറ് ചെറുതാക്കണില്ല, കാരണം എന്താ, അത്യാവശ്യം വലുതാക്കിട്ടല്ലേ മുറിച്ചിടുന്നേ? എന്താ വെച്ചാൽ ഇത് ചിക്കൻ വേകുമ്പോഴത്തേക്ക് നല്ലോണം സവാളയൊക്കെ വെന്ത് നല്ല പരുവാവും. അതാണ്. പിന്നെ തക്കാളിയൊക്കെ നമുക്ക് എങ്ങനെയും ഉണ്ടാവും, തോന്നിയ മതി. കഴിക്കണം നല്ല ഉള്ളൂ. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പരുവാവാണ്ട്. അന്നപ്പോ നമുക്ക് വേണമെങ്കിൽ ലേശം എന്താ പറയാ കാശ്മീരി മുളക് പൊടി ഇടാം.
ഉപ്പ് അതന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മളാണ്. അപ്പൊ നമുക്കില്ലേ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി പൗഡർ. ഉപ്പും ലേശം കുറവായിരിക്കും. നമുക്ക് ഉപ്പും ലേശം കാശ്മീരി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നേരെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. ഞാനേ കുറച്ച് കല്ലുപ്പാണ്. കല്ലുപ്പിടാൻ കാരണം എന്ന് പറഞ്ഞാല് ടേസ്റ്റിനാ. പൊടിയുപ്പിനേക്കാൾ ടേസ്റ്റ് കല്ലുപ്പാണ്. കുറച്ചൊരു ടേസ്റ്റ് തോന്നുന്നത് കല്ലുപ്പിനാണ്. അതുകൊണ്ടാണ് കല്ലുപ്പിട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കാം. കുഴക്കലല്ലേ മെയിന്. നമ്മള് ഇത് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ്. കുക്കറിന് വിസിലല്ലോ, ഒന്ന് തട്ടെടുത്തോട്ടെ. അമ്മ വേണ്ട, ജസ്റ്റ് ഒന്ന് തട്ടി നോക്കി. ഒരു വിസിൽ വന്നായിനി. ഇനി എത്ര വിസിലും കൂടി വരണോ? ഒരു 8 വിസിൽ വേണ്ടി വരും. എന്തായാലും ഇനിയിപ്പോ നമ്മളൊന്ന് ഇതൊരു പ്രോപ്പർ ചിക്കൻ ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ളൊരു വീഡിയോ അല്ല, എന്ന് വെച്ചാൽ ഒരു ചിക്കൻ കറി ട്യൂട്ടോറിയൽ അല്ല. നമ്മുടെ വീട്ടിൽ വെക്കുന്ന എന്താണോ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലേ. കുറച്ചൊരു തിക്നെസ് കൂടാൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, അണ്ടിപ്പരിപ്പ് അരിച്ചിട്ട് ഇതിൽ ചേർക്കും. അതൊരു ടിപ്പാ. അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം വേണം? ഇത് 10-12 എണ്ണം ഉണ്ട്. ഇത് മിക്സിയിൽ അടിക്കാൻ പോവാല്ലേ ഈ അണ്ടിപ്പരിപ്പുകളൊക്കെ. അപ്പൊ നമ്മള് ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് വെച്ചില്ലമ്മേ. ചിക്കൻ കറി ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടല്ലോ, ആയി തുടങ്ങിയില്ലേ. നമ്മുടെ ചിക്കൻ കറി റെഡി, സെറ്റ്. ചിക്കൻ കറി പാത്രത്തിലേക്ക് മാറ്റാണ്. എന്താല്ലേ